എല്ലാവർക്കും നമസ്കാരം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. നമുക്കറിയാം, ഇൻപുട്ട് ടാക്സ്, നമ്മളൊരു സാധനത്തിൻ്റെ ഇൻപുട്ട് ടാക്സ് എടുക്കുമ്പോൾ ഗവൺമെൻറ്, അതായത് GST നിയമം പറയുന്നത് മിനിമം ആ ഇൻപുട്ട് ടാക്സ് എടുക്കുന്നത് കൊണ്ട് ഔട്ട്പുട്ട് ടാക്സ് ജനറേറ്റ് ചെയ്യാൻ ആ ഇൻപുട്ട് ടാക്സ് നമ്മളെ സഹായിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഏതിൻ്റെയാണോ ഇൻപുട്ട് എടുക്കേണ്ടത് ആ ഇൻപുട്ടിനെ കൊണ്ട് നമുക്ക് എന്ത് ഉണ്ടാവണം, നമ്മൾ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന ഇൻപുട്ടുകളാണ് നമ്മൾ എടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഞാനൊരു കാറ് വാങ്ങി എന്ന് കരുതുന്നു. ഞാൻ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഞാൻ കാറ് വാങ്ങി, എൻ്റെ കസ്റ്റമർ മീറ്റിങ്ങിനൊക്കെയാണ് ഞാൻ ആ കാർ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കാറിൻ്റെ ഇൻപുട്ട് ടാക്സ് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഇനി രണ്ടാമതായി, ഞാനൊരു ഡോർ ഡെലിവറി, ഞാനൊരു ഫർണിച്ചർ ഷോപ്പാണ് നടത്തുന്നതെങ്കിൽ ഞാനൊരു ഡോർ ഡെലിവറിക്കായി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു എയ്സോ അല്ലെങ്കിൽ ഗുഡ്സ് ഓട്ടോവോ അല്ല അങ്ങനെ പല അങ്ങനത്തെ ട്രാൻസ്പോർട്ട് ടൈപ്പ് വെഹിക്കിൾ ഞാൻ വാങ്ങുന്നുണ്ടെങ്കിൽ, കാരണം ഇത് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ എൻ്റെ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ഓക്കെ, ഡോർ ഡെലിവറിയും അതൊക്കെ നടത്തുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഈ വാഹനം, അതായത് ഈ എയ്സ് അല്ലെങ്കിൽ ഗുഡ്സ് ഓട്ടോ, ഇതിൻ്റെ ഇൻപുട്ട് ടാക്സ് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ? ഇപ്പോൾ രണ്ട് സിറ്റുവേഷൻ. ഒന്ന്, ഞാൻ കാറ് വാങ്ങി, ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ കാർ വാങ്ങിയത്. ഇങ്ങനെയാണെങ്കിൽ RC ഒക്കെ എൻ്റെ കമ്പനിയുടെ പേരിലാണുള്ളത്. ഈ കാറിൻ്റെ ഇൻപുട്ട് ടാക്സ് എടുക്കാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ എൻ്റെ ഡോർ ഡെലിവറിക്കൊക്കെ വേണ്ടി, അതായത് ഞാനൊരു ഫർണിച്ചർ ഷോപ്പ് നടത്തുകയാണ്, ഞാൻ ഡോർ ഡെലിവറിക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കായി ഞാനൊരു ട്രാൻസ്പോർട്ടേഷൻ, ഗുഡ്സ് ഓട്ടോ, പിക്കപ്പ്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, ഇങ്ങനെയുള്ള വണ്ടികളാണ് വാങ്ങിയതെങ്കിൽ ഇതിൻ്റെ ഇൻപുട്ട് ടാക്സ് എടുക്കാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ആദ്യത്തേതിൻ്റെ ഉത്തരം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. ഞാനൊരു കാറ് വാങ്ങുന്നു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ പോലും ആ കാറിൻ്റെ ഇൻപുട്ട് എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റൂല എന്നുള്ളതാണ്. അതായത് GST നിയമം പറയുന്നത് 13 സീറ്റും അതിനു മുകളിലും ഇൻക്ലൂഡിങ് ഡ്രൈവിംഗ് സീറ്റാണ്, അങ്ങനെയുള്ള പാസഞ്ചർ വെഹിക്കിളിൻ്റെ ഇൻപുട്ട് ടാക്സ് മാത്രമേ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റൂ. ഞാൻ ആദ്യം പറഞ്ഞു എന്താണ് ഇൻപുട്ട് ടാക്സ് എടുക്കേണ്ട മിനിമം എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ടാക്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇൻപുട്ട് ടാക്സുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, നമ്മൾ എടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഈ കാറ് എല്ലാ പ്രാവശ്യവും നമ്മൾ കസ്റ്റമർ മീറ്റിങ്ങിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ? അല്ല. ഒരു ഞായറാഴ്ചയൊക്കെ ഇപ്പം നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഭാര്യ പറയുന്നു ഈ കാർ എടുക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ പറയോ ഇത് GSTൻ്റെ ഇൻപുട്ട് ടാക്സ് എടുത്ത കാറാണ്, ഇത് നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്നൊന്നും പറയില്ല. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ആ കാർ ഞാൻ ഉപയോഗിക്കും. അതുകൊണ്ട് കാറിൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വാങ്ങിയ കാറിൻ്റെ ഇൻപുട്ട് ടാക്സ് എടുക്കാൻ വേണ്ടി പറ്റില്ല. മറ്റു ഇതിൻ്റെ ഇപ്പോൾ ഗുഡ്സ് ഓട്ടോ അതൊക്കെ നമ്മൾ പ്യുവർലി ബിസിനസ് ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇൻപുട്ട് ടാക്സ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇനി കാറിൻ്റെ ആർക്കും എടുക്കാൻ വേണ്ടി പാടില്ലേ എന്ന് ചോദിച്ചാൽ എടുക്കാം. ആർക്കൊക്കെ എടുക്കാം? ഒരു കാർ ഡീലേഴ്സിന്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ KVR ടാറ്റേൻ്റെ ഡീലറാണെങ്കിൽ KVRന് എന്ത് ചെയ്യാം, KVRന് ആ ടാറ്റേൻ്റെ എടുക്കുന്ന വാങ്ങുന്ന കാറിൻ്റെ ഇൻപുട്ട് എടുക്കാം. എന്തുകൊണ്ട്? അവരത് വിറ്റിട്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കാർ ഡീലേഴ്സിന് എടുക്കാം. അതേപോലെ തന്നെ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ, കാരണം അവർ ഈ കാറ് വാങ്ങിയിട്ടാണ് ഡ്രൈവിംഗ് പഠിപ്പിച്ചിട്ടാണ് അതിൻ്റെ അകത്ത് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിനും ഇൻപുട്ട് ടാക്സ് എടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ കാർ ഡീലേഴ്സിനൊക്കെ ഇൻപുട്ട് ടാക്സ് എടുക്കാൻ വേണ്ടി പറ്റും. മറ്റുള്ളവർക്ക് ബിസിനസ് ആവശ്യം എന്ന് പറഞ്ഞാലും എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല, ഇൻപുട്ട് ടാക്സ് എടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഇൻപുട്ട് എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് അത് പ്യുവർലി നമ്മൾ ബിസിനസ് പർപ്പസിനാണോ അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൂടി നോക്കണം. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.